Hello. Today we are going to discuss another topic, exchange rate behavior. What do you mean by exchange rate behavior? So, exchange rates are not static. It highly fluctuate. It depends upon so many factors such as interest rate, inflation, government policy, speculative activities, etc. So എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഹൈലി ഫ്ലക്ച്വേറ്റ്. So it also depends upon so many factors: interest rate, fluctuation, government policy, speculative activities, etc. So the factors determining the exchange rate change is known as exchange rate behavior. അപ്പോൾ ഈ ഒരു സോ മെനി ഫാക്ടേഴ്സ് എക്സ്ചേഞ്ച് റേറ്റിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസി, സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നോർമൽ കേസിൽ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരുത്തുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് നോർമൽ കേസ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ഈസ് നോൺ ആസ് എക്സ്ചേഞ്ച് റേറ്റ് ബിഹേവിയർ. നെക്സ്റ്റ്, ഫോർകാസ്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റിന് എങ്ങനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്? ഫോർകാസ്റ്റിംഗ് മീൻസ് ദ പ്രഡിക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ പോളിസി. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ പോളിസി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രഡിക്ഷൻ നടത്തുവാണ്. ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കറൻസി ട്രേഡേഴ്സ് ആൻഡ് മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസ്. ഓക്കെ, ഇത് മെയിനായിട്ട് കറൻസി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഫോർകാസ്റ്റിംഗ്, എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നോക്കുക, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ. ഷോർട്ട് ടേം ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ടേക്കൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ദെൻ തേർഡ്, ഇറ്റ് യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. ദെൻ ഫോർത്ത്, ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ഏണിങ്സ്. എത്രത്തോളമാണ് നമ്മുടെ ഏണിങ്സ് എന്ന് അസസിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അസസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ലോങ് ടേം സ്ട്രാറ്റജിക് ഡിസിഷൻ. സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഫോർകാസ്റ്റിംഗ്, എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് കൊണ്ടുള്ള നീഡ്സ് ഓർ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്. എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ആണ്. മെയിനായിട്ട് 4 ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ അപ്രോച്ച്. ദെൻ അണ്ടർ ദിസ് മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ യൂസ്ഡ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂസ്. ഫ്യൂച്ചർ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ യൂസ്ഡ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂസ്. ഇവിടെ ഒരു അസംഷനാണ് അണ്ടർ ദിസ് ടെക്നിക്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ അസംഷൻ ദാറ്റ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. ഹിസ്റ്ററി അതുപോലെ ആവർത്തിക്കുമെന്നുള്ള ഒരു അസംഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് നിലനിൽക്കുന്നത്. ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ യൂസ്ഡ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂസ്. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ അപ്രോച്ചാണ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് അപ്പോൺ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്സ്. എക്സ്ചേഞ്ച് റേറ്റ്സും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ വേരിയബിൾസും തമ്മിലുള്ള ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ച് നിലനിൽക്കുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ അപ്രോച്ച്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ് ആൻഡ്
എക്സ്ചേഞ്ച് റേറ്റ് എന്തൊക്കെയാണ് ഈ ഒരു എക്കണോമിക് വേരിയബിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അണ്ടർ ദിസ് ടെക്നിക് വേരിയബിൾ മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആർ യൂസ്ഡ് ടു ഫോർകാസ്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് വേരിയബിൾസ് ആർ പോപ്പുലേഷൻ, പോവർട്ടി റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ട്രേഡ് ബാലൻസ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് വേരിയബിൾസും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് ഫണ്ടമെൻ്റൽ അപ്രോച്ച് നിലനിൽക്കുന്നത്. ഇതാണ് സെക്കൻഡ് ടെക്നിക് ഓർ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിനുള്ള. തേർഡ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചാണ്. ഇൻ ദിസ് ടെക്നിക് ദ ഫ്യൂച്ചർ റേറ്റ് ആർ എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് പ്രിവൈലിംഗ് ഇൻ ദ മാർക്കറ്റ്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നും പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ പ്രിവൈലിംഗ് ആയിട്ടുള്ള നിലനിൽക്കുന്ന സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും തമ്മിൽ അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇൻ ദിസ് ടെക്നിക് ദ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ estimated on the basis of spot exchange rate and forward exchange rate prevailing in the market. Okay, then fourth last mixed forecasting approach ആണ്. Mixed forecasting approach. In this approach forecasters uses a combination of different technique. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ടെക്നിക്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള രൂപമാണ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്നത്. Under mixed approach, each of the technique is given a particular weight. എല്ലാ ടെക്നിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടെക്നിക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഓരോ ടെക്നിക്കിനും ഒരു വെയിറ്റേജ് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെയിറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ദ ടോട്ടൽ വെയിറ്റ് ഈസ് 1 എന്ന് കൊടുക്കണം. അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ദ ടോട്ടൽ വെയിറ്റ് ഈസ് 1. ഓക്കെ, ദ റിസൾട്ട് ഓഫ് ഈച്ച് ടെക്നിക് ഈസ് മൾട്ടിപ്ലൈഡ് by the weight and they are then totaled to get the final forecast rate. ഇവിടെ ടൈപ്പ് ചെയ്തെടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, നോക്കുക. അണ്ടർ ദിസ് അപ്രോച്ച് ഫോർകാസ്റ്റേഴ്സ് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടെക്നിക്. വ്യത്യസ്ത ടെക്നിക്കുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുന്നത്. അണ്ടർ മിക്സഡ് അപ്രോച്ച് ഈച്ച് ഓഫ് ദ ടെക്നിക് ഈസ് ഗിവൺ ആസ് എ പർട്ടിക്കുലർ വെയ്റ്റ്. ഓരോ ടെക്നിക്കിനും ഒരു പർട്ടിക്കുലർ വെയ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ടോട്ടൽ വെയ്റ്റ് ഈസ് 1. ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ 100% എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ റിസൾട്ട് ഓഫ് ഈച്ച് ടെക്നിക് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ വെയ്റ്റ് ആൻഡ് ദേ ആർ ടേക്കൺ ടോട്ടൽഡ് ടു ഗെറ്റ് ദ ഫൈനൽ ഫോർകാസ്റ്റ് റേറ്റ്. ആ ഒരു നമ്മൾ ഓരോ വെയിറ്റേജ് ഓരോന്നിനും കൊടുക്കും. ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ റിസൾട്ടിന് അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് കൊടുക്കും. ദെൻ അതിനെന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഫൈനൽ ഫോർകാസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യും. ഇങ്ങനെയാണ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 അപ്രോച്ചസ് ആണ് വരുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിനുള്ള. ടെക്നിക്കൽ അപ്രോച്ചിനകത്ത് നമ്മൾ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആണ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. ഹിസ്റ്ററി അതുപോലെ ആവർത്തിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു അസംഷൻ. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ അപ്രോച്ച്. ഫണ്ടമെൻ്റൽ അപ്രോച്ചിനകത്ത് ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ തേർഡ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചിനകത്ത് എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള രൂപമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.